സുഹൃത്തുക്കളെ, ഈ ലോകം ഒരു കളിസ്ഥലമാണ്. അതിലെ ഓരോ മനുഷ്യനും ഓരോ കളിക്കാരനാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ചിലർ കളിയിൽ വിജയിക്കുന്നു, മറ്റു ചിലർ ഭാഗ്യത്തെ മാത്രം പഴിച്ചു കഴിയുന്നു. കൂട്ടുകാരെ, പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങളൊരാളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു, അവരെ വിലമതിക്കുന്നു, ബഹുമാനം നൽകുന്നു. എന്നാൽ പകരമായി നിങ്ങൾക്ക് ലഭിക്കുന്നതെന്താണ്? അവഗണന, തള്ളിക്കളയൽ. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നിങ്ങൾ ശരിക്കും അത്ര മോശക്കാരനാണോ? ആളുകൾ നിങ്ങളുടെ മൂല്യം മറക്കാൻ? തെറ്റ് നിങ്ങളുടേതല്ല, നിങ്ങളുടെ ചിന്താഗതിയുടേതാണ്. നിങ്ങൾ സ്വയം വില കുറയ്ക്കുന്നു. മറ്റുള്ളവർക്കു വേണ്ടി എപ്പോഴും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നു. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ആരും വില കൊടുക്കില്ല. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും കയ്പുള്ള സത്യം. എന്നാൽ ആ ചിന്താഗതി മാറ്റാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ചാണക്യനീതിയിലെ ആ രഹസ്യം തുറക്കാൻ പോകുകയാണ്. അത് നിങ്ങൾക്ക് ശക്തി നൽകും. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ ഒരുനാൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ദാഹിക്കും. ഇത് വെറുമൊരു മാജിക്കല്ല, ഒരു തന്ത്രമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരാൾ നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് വിഡ്ഢിത്തമാണ്. ബുദ്ധിമാനായ വ്യക്തി സ്വന്തം അവഗണനയെ ശക്തിയാക്കി മാറ്റുന്നു, സ്വന്തം വില വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ആളുകൾ അവനെ ലഭിക്കാൻ വേണ്ടി കൊതിക്കും. ഇതിനർത്ഥം ലളിതമാണ്. ആളുകൾ നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് കരുതരുത്. പകരം അവരെ ആകർഷിക്കാൻ കഴിയുന്ന സ്വാധീനം നിങ്ങൾക്ക് ഇനിയും ലഭിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത് മാറ്റാൻ കഴിയും. ഈ മാറ്റം നിങ്ങളുടെ കൈകളിലാണ്. ഓർക്കുക, നിങ്ങളെ അവഗണിക്കുന്നയാൾ കാണിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അവരുടെ കണ്ണിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത വ്യക്തിയാണെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ഇതൊരു മനഃശാസ്ത്രപരമായ കളിയാണ്. എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നിനെ വിലമതിക്കാത്തത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇനി നിങ്ങൾ എന്തു ചെയ്യണം? 1. പിൻവാങ്ങാൻ പഠിക്കുക. ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവരുടെ പിന്നാലെ പോകരുത്. അവരിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക. 2. നിങ്ങളുടെ വ്യക്തിത്വത്തിലും കഴിവുകളിലും പ്രവർത്തിക്കുക. നിങ്ങളുടെ വില വർദ്ധിക്കുന്നതുവരെ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും. 3. സ്വയം ഒരു രഹസ്യമായി സൂക്ഷിക്കുക. അമിതമായ തുറന്ന സമീപനം എന്തിനേയും വിരസമാക്കും. ആളുകൾക്ക് പ്രയാസപ്പെട്ട് ലഭിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ വേണ്ടത്. നിങ്ങൾ ഓർക്കണം, ഈ ലോകത്ത് ഒരു വ്യക്തിയുടെ വില അവർ സ്വയം നിശ്ചയിക്കുന്നതാണ്. നിങ്ങൾ സ്വയം ഒരു മോശം വ്യക്തിയായി കണക്കാക്കുകയാണെങ്കിൽ ലോകവും നിങ്ങളെ അതുപോലെ കാണും. നിങ്ങൾ സ്വയം വിലയേറിയതാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആളുകളും നിങ്ങളെ അതേ കണ്ണിലൂടെ നോക്കും. ഇപ്പോൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങളെ ഒരാൾ അവഗണിച്ചു. നിങ്ങൾ രാവും പകലും അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ഇതിൽ നിന്ന് എന്ത് ലഭിച്ചു? വേദന, അപകർഷതാബോധം, ദേഷ്യം മാത്രം. എന്നാൽ അതേ ഊർജ്ജം നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന അതേ വ്യക്തി നാളെ നിങ്ങളെ തേടിവരും. നിങ്ങളുടെ വില എങ്ങനെ വർദ്ധിപ്പിക്കാം? 1. സ്വയം മെച്ചപ്പെടുത്തുക. ആളുകളെ ആകർഷിക്കുന്ന ഗുണങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരിക. നിങ്ങളുടെ അറിവ്, കഴിവുകൾ, വ്യക്തിത്വം എന്നിവ ശക്തിപ്പെടുത്തുക. നിങ്ങൾ പ്രത്യേകപ്പെട്ട ഒരാളാകുമ്പോൾ ആളുകൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരും. 2. കുറച്ചു മാത്രം ലഭ്യമായിരിക്കുക. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ലഭ്യമാകരുത്. ഒരു രഹസ്യമായിരിക്കുക. അതുവഴി ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും അറിയാനും ജിജ്ഞാസയുണ്ടാകും. 3. വൈകാരികമായി ശക്തനാവുക. ആരെങ്കിലും ശ്രദ്ധ നൽകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനം കുറയരുത്. നിങ്ങളുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കുക. അങ്ങനെ ആരുടെയും പ്രവൃത്തികളിൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടാതിരിക്കുക. 4. നിങ്ങളുടെ ആവശ്യം മറ്റുള്ളവരെ അനുഭവിപ്പിക്കുക. നിങ്ങൾക്ക് അതുല്യമായ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആളുകൾ സ്വയം നിങ്ങളെ തേടിവരും. നിങ്ങളുടെ അസാന്നിധ്യം ആളുകൾക്ക് അനുഭവപ്പെടത്തക്ക വിധം സ്വയം മെച്ചപ്പെടുത്തുക. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ചില ആളുകൾക്ക് എപ്പോഴും കൂട്ടത്തിനിടയിലും തിളങ്ങാൻ കഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ മറ്റു ചിലർ ശ്രമിച്ചിട്ടും അവഗണിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണിത്? കാരണം ഒന്നുമാത്രം: മാനസിക ശക്തി. സ്വന്തം മനസ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർ മറ്റുള്ളവരുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. എന്നാൽ വികാരങ്ങളിൽ മാത്രം ഒഴുകി നടക്കുന്നവർ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നു. ഇപ്പോൾ ചിന്തിക്കുക, ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ അവർക്കില്ലാതെ അപൂർണരാണെന്നവർ കരുതുന്നു. നിങ്ങൾ എപ്പോഴും അവർക്കായി ലഭ്യമാണെന്നവർക്കറിയാം. അവരുടെ ശ്രദ്ധ നേടാൻ നിങ്ങൾ എന്തും ചെയ്യുമെന്ന് അവർക്കറിയാം. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ സ്വയം ഇത്രയും ദുർബലനും വിലകുറഞ്ഞവനുമാക്കിയാൽ ആരും നിങ്ങളെ വിലമതിക്കില്ല. ഇനി നിങ്ങളുടെ അസാന്നിധ്യം ആളുകൾക്ക് അനുഭവപ്പെടേണ്ട സമയം വന്നിരിക്കുന്നു. ഹൃദയം കൊണ്ടല്ല, തലച്ചോറുകൊണ്ട് കളിക്കാൻ പഠിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു കാര്യം എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ അതിന് വിലയുണ്ടാകില്ല. എന്നാൽ അത് ദുർലഭമാകുമ്പോൾ ആളുകൾ അത് നേടാൻ എന്തും ചെയ്യാൻ തയ്യാറാകും. ഇപ്പോൾ സ്വയം ചോദിക്കുക, നിങ്ങൾ സ്വയം ഇത്ര എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണോ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങിയത്? അതെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള സമയമാണിത്. രഹസ്യമായിരിക്കുന്നതെങ്ങനെ? എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത്. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചെല്ലാം അറിയുമ്പോൾ അവരുടെ താൽപര്യം അവസാനിക്കും. നിങ്ങളുടെ ദിനചര്യയിൽ മാറ്റങ്ങൾ വരുത്തുക. പെട്ടെന്ന് അപ്രത്യക്ഷനാകുക. നിങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടൽ കുറയ്ക്കുക. ആളുകൾക്ക് തോന്നണം നിങ്ങൾ വലിയ കാര്യങ്ങളിൽ തിരക്കിലാണെന്ന്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഗൗരവം കൊണ്ടുവരിക. നിങ്ങൾ എപ്പോഴും തമാശ പറയുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും. നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആഴം കൊണ്ടുവരുമ്പോൾ ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കും.
ഒരു പ്രത്യേക ഐഡന്റിറ്റി ഉണ്ടാക്കുക. നിങ്ങൾ കൂട്ടത്തിന്റെ ഭാഗമായാൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല. എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ തേടിവരും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ ശക്തമായൊരു മനഃശാസ്ത്രപരമായ തന്ത്രം പറഞ്ഞുതരാം. ആരെങ്കിലും നിങ്ങളെ വിലമതിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്വയം അവരുടെ കയ്യെത്താത്ത ദൂരത്തേക്ക് മാറ്റുക. നിങ്ങളെ അവഗണിച്ച വ്യക്തിയെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങൾക്കായി സമയം കണ്ടെത്താത്ത വ്യക്തിക്കുവേണ്ടി നിങ്ങൾ ഒട്ടും ലഭ്യമാകാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ഭയം തോന്നുമ്പോൾ മാത്രമേ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കി തുടങ്ങുകയുള്ളൂ. ആളുകളുടെ മനസ്സിൽ നിങ്ങളുടെ വില എങ്ങനെ വർദ്ധിപ്പിക്കാം? ഇതിനായി ഞാൻ നിങ്ങൾക്ക് 3 ശക്തമായ തന്ത്രങ്ങൾ പറഞ്ഞുതരാം. 1. സ്വയം പര്യാപ്തനാവുക, ആവശ്യക്കാരനാകാതിരിക്കുക. ഓർക്കുക, ഈ ലോകം സ്വയം പര്യാപ്തരായി നിൽക്കുന്നവരെ മാത്രമേ ബഹുമാനിക്കുകയുള്ളൂ. നിങ്ങൾ മറ്റൊരാളില്ലാതെ അപൂർണനാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഒരിക്കലും ഗൗരവമായി കാണില്ല. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം അവർ നിങ്ങളെ അവഗണിക്കും. എന്നാൽ നിങ്ങൾ സ്വയം പര്യാപ്തനാകുമ്പോൾ അതേ ആളുകൾ നിങ്ങളെ ലഭിക്കാൻ കൊതിക്കും. 2. നിങ്ങളുടെ സമയത്തിന്റെ വില മനസ്സിലാക്കുക. ചാണക്യൻ പറയുന്നു, സ്വന്തം സമയത്തെ വിലമതിക്കാത്ത വ്യക്തിക്ക് ബഹുമാനമോ അംഗീകാരമോ ലഭിക്കില്ല. നിങ്ങൾ എപ്പോഴും ആളുകൾക്കായി ലഭ്യമാണെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം ഇല്ലാതാകും. നിങ്ങൾക്കെപ്പോഴും പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ആളുകൾക്ക് തോന്നണം. നിങ്ങൾ തിരക്കുള്ള ഒരാളാണെന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. 3. ആളുകൾ നിങ്ങളെ തേടുന്ന തരത്തിൽ ശക്തനാവുക. നിങ്ങളുടെ വ്യക്തിത്വം അത്രയധികം മെച്ചപ്പെടുത്തുക. ആളുകൾക്ക് നിങ്ങളെ മിസ് ചെയ്യണം. ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നിലയിലേക്ക് സ്വയം എത്തുക. നിങ്ങൾക്ക് അറിവ്, വിജയം, ആത്മവിശ്വാസം എന്നിവയുണ്ടാകുമ്പോൾ നിങ്ങളെ അവഗണിച്ച വ്യക്തി പോലും നിങ്ങളെ തേടിവരും. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലർക്ക് നമ്മെ എളുപ്പത്തിൽ അവഗണിക്കാൻ കഴിയുന്നത്, എന്നാൽ അതേ ആളുകൾ മറ്റൊരാളുടെ പിന്നാലെ പോകുന്നത്? ചില ആളുകളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ ചിലർക്ക് വീണ്ടും വീണ്ടും സ്വയം തെളിയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഓർക്കുക, സ്വയം ബഹുമാനിക്കാൻ അറിയുന്നവരെ മാത്രമേ ഈ ലോകം ബഹുമാനിക്കൂ. ആരെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധ നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ ദുർബലനാണെന്നല്ല അതിനർത്ഥം, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മൂല്യം സ്വയം കുറച്ചുകളഞ്ഞു എന്നതാണ്. ഇനി നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ മനസ്സുമായി കളിക്കാനുള്ള സമയമായി. ഇനി അവരെ നിങ്ങളില്ലാതെ അസ്വസ്ഥരാക്കാനുള്ള സമയമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, നിങ്ങൾ സ്വയം മറ്റൊരാളിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം അവർ നിങ്ങളെ നിസ്സാരമായി കാണും. എന്നാൽ നിങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ലാത്ത തരത്തിൽ നിങ്ങൾ സ്വയം ശക്തനാകുന്ന ദിവസം അതേ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും. നിങ്ങളില്ലാതെ ഒരാളെ എങ്ങനെ അസ്വസ്ഥനാക്കാം? അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക, എന്നിട്ട് ശരിയായ നീക്കങ്ങൾ നടത്തുക. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തി നാളെ നിങ്ങളെ ലഭിക്കാൻ കൊതിക്കുന്ന 4 ശക്തമായ വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1. ഞാനിനി എപ്പോഴും ലഭ്യമായിരിക്കില്ല. സ്വയം ദുർലഭമാക്കുക. ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവർ എപ്പോഴും ലഭ്യമാവുന്നു എന്നതാണ്. നിങ്ങൾ എപ്പോഴും ഒരാൾക്കായി തയ്യാറാണെങ്കിൽ അവർ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കില്ല. അപ്രത്യക്ഷനാകുക. പെട്ടെന്ന് നിങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുക. പെട്ടെന്ന് മറുപടി നൽകരുത്. ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഉടൻ മറുപടി നൽകരുത്. മാറ്റങ്ങൾ വരുത്തുക. സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ഇടവേള എടുക്കുക. നിങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ പെട്ടെന്ന് മാറിയത് എന്ന് ആളുകൾ ചിന്തിക്കാൻ നിർബന്ധിതരാകും. 2. എന്റെ ശ്രദ്ധ ഇപ്പോൾ എന്റെ വളർച്ചയിലാണ്. നിങ്ങളില്ലാതെ ആളുകൾക്ക് അപൂർണത തോന്നുന്ന രീതിയിൽ സ്വയം തിരക്കിലാക്കുക. ഓർക്കുക, ഈ ലോകം സ്വയം മെച്ചപ്പെടുത്തുന്നവരെ മാത്രമേ പിന്തുടരുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയില്ലെങ്കിൽ ആളുകൾ നിങ്ങളെ അവഗണിക്കും. കൂടുതൽ തിരക്കിലാണെന്ന് കാണിക്കുക. പുതിയ കഴിവുകൾ പഠിക്കുക, വ്യായാമം ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുക, സ്വയം നിക്ഷേപം നടത്തുക. ആരെങ്കിലും ചോദിച്ചാൽ പറയുക, ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്തുന്ന തിരക്കിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ആളുകൾ കാണുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കും. 3. ഞാൻ ഇനി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വൈകാരിക നിയന്ത്രണം നേടുക. നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിതനായിരിക്കണമെന്നാണ്. എന്നാൽ നിങ്ങൾ അവരുടെ പ്രതീക്ഷകൾ തകർക്കണം. അവരുടെ ഒരു കാര്യത്തോടും അമിതമായി പ്രതികരിക്കരുത്. അവരെ പുകഴ്ത്തുന്നത് നിർത്തുക. അവരെ അവഗണിക്കുക. കണ്ടാൽ ഒരു നേരിയ പുഞ്ചിരി നൽകി മുന്നോട്ടു പോകുക. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഇനിയൊരു ചിന്തയുമില്ലെന്ന് അവർ കാണുമ്പോൾ അവർക്ക് അസ്വസ്ഥത തോന്നും. അവർ സ്വയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. 4. നിങ്ങളിനി എന്റെ മുൻഗണനയല്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റുക. നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ എപ്പോഴും അവർക്കായി തയ്യാറാണെന്ന് അവർക്കറിയാമെന്നതാണ്. ഈ ചിന്തയെ തകർക്കാനുള്ള സമയമായി. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. പുതിയ ആളുകളുമായി ബന്ധപ്പെടുക. ആരെങ്കിലും ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് പറയുക. നിങ്ങളുടെ ലോകം അവരിൽ നിന്ന് മുന്നോട്ടു പോയി എന്നവർ കാണുമ്പോൾ അതേ വ്യക്തി നിങ്ങളുടെ പിന്നാലെ ഓടും. മാസ്റ്റർ പ്ലാൻ. നിങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാക്കുക. നിങ്ങളുടെ പ്രതിച്ഛായ അത്രയധികം ശക്തമാക്കുക. ആരും നിങ്ങളെ നിസ്സാരമായി കാണില്ല. സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക. നിങ്ങളുടെ നിലവാരമുയർത്തുക. നിങ്ങളുടെ ശരീരഭാഷ, സംസാരിക്കുന്ന രീതി, വസ്ത്രധാരണം എന്നിവ മാറ്റുക. നിങ്ങൾക്കൊരു പ്രത്യേക ആത്മവിശ്വാസം വന്നിരിക്കുന്നു എന്ന ആളുകൾ കാണുമ്പോൾ അവർ സ്വയം നിങ്ങളോട് സംസാരിക്കാൻ നിർബന്ധിതരാകും.
രഹസ്യമായിരിക്കുക. എല്ലായ്പ്പോഴും എല്ലാം പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾ അറിയാതിരിക്കുമ്പോൾ അവരുടെ താൽപര്യം വർദ്ധിക്കും. നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന പ്രത്യേക കാര്യങ്ങൾ സൂക്ഷിക്കുക. ഒരു കഴിവ്, ഒരു പ്രത്യേക നൈപുണ്യം, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കുന്ന എന്തെങ്കിലും. നിങ്ങൾ സ്വയം ശക്തനാകാൻ തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കി. സ്വയം ദുർലഭമാക്കി ആത്മാഭിമാനമുയർത്തി. ഇനി ശരിയായ നീക്കം നടത്താനുള്ള സമയമായി. ഇപ്പോൾ നിങ്ങളെ അവഗണിച്ച അതേ ആളുകൾ നിങ്ങളില്ലാതെ അസ്വസ്ഥരാകും. ഒരിക്കലും നിങ്ങൾക്ക് ശ്രദ്ധ നൽകാത്തവർ ഇപ്പോൾ നിങ്ങളെ ലഭിക്കാൻ വേണ്ടി അപേക്ഷിക്കും. ഓർക്കുക, എളുപ്പത്തിൽ കിട്ടാത്ത ഒന്നിനുവേണ്ടിയാണ് മനുഷ്യൻ അസ്വസ്ഥനാകുന്നത്. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരാൾ നിങ്ങളെ ഒരു ഓപ്ഷനായി കാണുന്നിടത്തോളം കാലം അവർ നിങ്ങളെ നിസ്സാരമായി കാണും. എന്നാൽ നിങ്ങളില്ലാതെ അവർക്ക് അപൂർണതയാണെന്ന് അവർക്ക് തോന്നുന്ന ദിവസം അവർ സ്വയം നിങ്ങളെ തേടും. നിങ്ങളില്ലാതെ ആളുകൾ അസ്വസ്ഥരാകാൻ നിങ്ങളിതാ ഈ 5 ശക്തമായ വഴികൾ ഉപയോഗിക്കുക. 1. ഞാൻ പൂർണ്ണമായും മാറിയിരിക്കുന്നു. സ്വയം പൂർണ്ണമായും മാറ്റുക. നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് അവരുടെ ആവശ്യമുണ്ടെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. നിങ്ങൾ അവരുടെ ഈ ചിന്ത മാറ്റണം. ശരീരഭാഷ മാറ്റുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. കാഴ്ചയിലും വേഷത്തിലും മാറ്റം വരുത്തുക. ശാന്തനും സ്വയം പര്യാപ്തനും നിഗൂഢനുമായിരിക്കുക. മാറ്റം വന്ന് നിങ്ങളെ കാണുമ്പോൾ അവരുടെ മനസ്സ് പറയും, എങ്ങനെയാണ് ഇയാൾ പെട്ടെന്ന് ഇത്ര ആത്മവിശ്വാസമുള്ളവനും ആകർഷകനുമായത്? ഇവിടെ നിന്നാണ് അവരുടെ അസ്വസ്ഥത തുടങ്ങുന്നത്. 2. എനിക്കിപ്പോൾ ആരെയും ആവശ്യമില്ല. ഞാനൊരാഗ്രഹമായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുക. ആളുകൾക്ക് നിങ്ങളെ നഷ്ടമായി തോന്നണം. ഈ ലോകം സ്വയം ബഹുമാനിക്കുന്നവരെ മാത്രമേ ബഹുമാനിക്കുകയുള്ളൂ. നിങ്ങളുടെ കഴിവുകളിലും നൈപുണ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എപ്പോഴും ഒരു ഉയർന്ന നിലവാരമുള്ള വ്യക്തിയെപ്പോലെ സ്വയം പെരുമാറുക. ഇപ്പോൾ നിങ്ങൾക്ക് അവരെയാണ് ആവശ്യമെന്ന് അവർ കാണുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്ത് വരാൻ ശ്രമിക്കും. 3. നിങ്ങളല്ലാതെ എനിക്ക് വേറെയും ലോകമുണ്ട്. പുതിയ ബന്ധങ്ങളും പുതിയ ആളുകളെയും ഉണ്ടാക്കുക. നിങ്ങളെ അവഗണിക്കുന്നതിലൂടെ അവർ കരുതുന്നത് നിങ്ങൾ അവർക്കുവേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് എന്നാണ്. പുതിയ ആളുകളുമായി ബന്ധപ്പെടുക. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. ഹോബികൾ, യാത്രകൾ, പുതിയ അവസരങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ ചേർക്കുക. നിങ്ങളുടെ ലോകം അവരിൽ നിന്ന് മുന്നോട്ടു പോയി എന്നവർ കാണുമ്പോൾ അവരുടെ അസ്വസ്ഥത വർദ്ധിക്കും. 4. എനിക്കിപ്പോൾ നിങ്ങളുടെ ആവശ്യമില്ല. വൈകാരിക നിയന്ത്രണം നേടുക. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളെ ആശ്രയിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം ആളുകൾ നിങ്ങളെ ലഭിക്കാൻ വേണ്ടി അസ്വസ്ഥരാകും. നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുക. അമിതമായ സന്തോഷമോ ദുഃഖമോ കാണിക്കരുത്. ആ വ്യക്തി പെട്ടെന്ന് തിരികെ വരാൻ ശ്രമിച്ചാൽ ഉടൻ ആവേശത്തിലാകരുത്. അവരുടെ പ്രാധാന്യം മുമ്പത്തെപ്പോലെ നൽകരുത്. നിങ്ങളുടെ ലോകത്ത് അവർക്ക് പ്രത്യേക സ്ഥാനമില്ലെന്ന് അവരെ മനസ്സിലാക്കുക. നിങ്ങളില്ലാതെ നിങ്ങൾ സന്തുഷ്ടനാണെന്ന് അവർ കാണുമ്പോൾ അതേ വ്യക്തി നിങ്ങളെ തിരികെ ലഭിക്കാൻ വേണ്ടി കൊതിക്കും. 5. ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷനല്ല, ഒരു മുൻഗണനയാണ്. ആളുകൾക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ ഭയം തോന്നുന്ന തരത്തിൽ സ്വയം പ്രത്യേകമാക്കുക. നിങ്ങളുടെ കരിയർ, ശരീരം, മനസ്സ് എന്നിവ അത്രയധികം ശക്തമാക്കുക. ആളുകൾ നിങ്ങളെപ്പോലെയാകാൻ ആഗ്രഹിക്കണം. നിങ്ങൾക്ക് വളരാൻ സഹായിക്കുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക. നിങ്ങൾ സ്വന്തം നിലയിൽ ഇത്രയും ഉയരത്തിലെത്തി എന്നവർ കാണുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ സ്വയം ഇപ്പോൾ ശക്തനാക്കിയിരിക്കുന്നു. നിങ്ങളെ അവഗണിച്ച വ്യക്തി ഇപ്പോൾ നിങ്ങളില്ലാതെ അപൂർണനാണെന്ന് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. അന്തിമ പ്രഹരം, മാസ്റ്റർ സ്ട്രോക്ക്. ആചാര്യ ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളെ വിലമതിക്കാത്ത വ്യക്തിക്ക് നിങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് ശിക്ഷ നൽകുക. ഇനി നിങ്ങൾ സംസാരിക്കേണ്ട. നിങ്ങളുടെ മൗനവും നിങ്ങളുടെ വിജയവും അവരെ വേദനിപ്പിക്കണം. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയരുത്. നിങ്ങളല്ല, അവരാണ് ഇനി നിങ്ങളെ ലഭിക്കാൻ വേണ്ടി കൊതിക്കുക. 1. നിങ്ങൾ എനിക്ക് ഒരു ഓർമ്മ മാത്രമാണ്. അവർക്ക് ഒരു പ്രാധാന്യവുമില്ലെന്ന് കാണിക്കുക. അവർ നിങ്ങളുടെ ഭൂതകാലത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് കാണിക്കണം. അവർ സംസാരിക്കാൻ ശ്രമിച്ചാൽ തണുപ്പൻ പ്രതികരണം നൽകുക. അമിതമായ വൈകാരികതയോ കടുപ്പമോ പാടില്ല. നിങ്ങൾ അവരിൽ നിന്ന് വളരെ ഉയർന്നിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഉള്ളടക്കം സാമൂഹിക മാധ്യമങ്ങളിൽ കാണിക്കുക. അവരെ മുഖാമുഖം കാണുമ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത ഒരാളാണെന്ന് തോന്നിക്കണം. നിങ്ങൾ അവരുടെ ലോകത്തിന്റെ ഭാഗമല്ലെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ സമാധാനം നഷ്ടപ്പെടും. 2. നിങ്ങളുടെ സ്ഥാനം മറ്റൊരാൾ എടുത്തിരിക്കുന്നു. അവർക്ക് നഷ്ടബോധം അനുഭവപ്പെടുത്തുക. അവരുടെ സ്ഥാനം മറ്റൊരാൾ ഏറ്റെടുത്തു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ വലുതാക്കുക. പുതിയ ആളുകളുമായി സമയം ചെലവഴിക്കുക. നിങ്ങളുടെ സന്തോഷം കാണിക്കുക, യഥാർത്ഥ സന്തോഷം. അവർക്ക് നിങ്ങളുടെ ലോകത്ത് സ്ഥാനമില്ലെന്ന് തോന്നിക്കുക. നിങ്ങൾ അവരുടെ ആവശ്യമില്ലാതെ മുന്നോട്ടുപോയി എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ തകർന്നുപോകും. 3. ഞാനിപ്പോൾ നിങ്ങൾക്കായി സമയം കണ്ടെത്തില്ല. നിങ്ങളുടെ പ്രാധാന്യം അവരെ അറിയിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അവർക്കായി സമയമില്ലെന്ന് നിങ്ങൾ അവരെ കാണിക്കണം. സംസാരിക്കാൻ ശ്രമിച്ചാൽ തിരക്കിന്റെ പേര് പറഞ്ഞൊഴിയുക. പഴയ ഓർമ്മകൾ പങ്കുവച്ചാൽ അതിനെ നിസ്സാരമായി കാണുക. നിങ്ങൾ അവർക്കായി സമയം കണ്ടെത്താത്തപ്പോൾ അവർ ഉള്ളിൽ നിന്ന് കത്താൻ തുടങ്ങും. 4. എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തയില്ല. അവർക്ക് അസ്വസ്ഥത തോന്നുന്ന തരത്തിൽ ശക്തനാവുക.
വൈകാരികമായി നിങ്ങൾ അത്ര ശക്തനാകണം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയരുത്. വാദിക്കരുത്, തർക്കിക്കരുത്. ഒരു തണുപ്പൻ പെരുമാറ്റം മാത്രം. അവർ അടുത്തു വരാൻ ശ്രമിച്ചാൽ അകലം പാലിക്കുക. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ലെന്നവർ കാണുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഞെട്ടൽ ലഭിക്കും. 5. എന്നെ നേടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊരു സ്വപ്നമായി മാറുക. നിങ്ങളുടെ മൂല്യം അത്രയധികം ഉയർത്തുക. അവർക്ക് നിങ്ങളെ നേടാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക. നിങ്ങളുടെ കരിയറും ജീവിത ലക്ഷ്യങ്ങളും അത്രയും ഉയരത്തിലെത്തിക്കുക. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണം. നിങ്ങളുടെ വ്യക്തിത്വം അത്രയധികം സ്വാധീനമുള്ളതാക്കുക. എല്ലാവരും നിങ്ങളോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കണം. നിങ്ങൾ അവരുടെ നിലവാരത്തിന് യോജിച്ചവനല്ലെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ അസ്വസ്ഥത അതിന്റെ പാരമ്യത്തിലെത്തും. നിങ്ങൾ സ്വയം ഇപ്പോൾ ശക്തനാക്കി. നിങ്ങളെ അവഗണിച്ചയാൾ നിങ്ങളില്ലാതെ അപൂർണനാണെന്ന് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ നേരത്തെ ഇയാൾക്ക് പ്രാധാന്യം നൽകേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ വൈകി. ഇപ്പോൾ പശ്ചാത്താപമല്ലാതെ മറ്റൊന്നും അവർക്ക് ബാക്കിയില്ല. അവർ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ വീണ്ടും വീണ്ടും പരിശോധിക്കും. ഏറ്റവും പ്രധാനം, അവർ നിങ്ങളോട് സംസാരിക്കാൻ കൊതിക്കും. പക്ഷെ നിങ്ങളെന്തു ചെയ്യും? നിങ്ങൾ അവർക്ക് ഒരു അവസരം കൂടി നൽകുമോ? അതോ നിങ്ങൾ അവരെ അവഗണിച്ച അതേ സ്ഥലത്ത് ഉപേക്ഷിക്കുമോ? ആചാര്യ ചാണക്യൻ പറയുന്നു, നിങ്ങളോട് അനീതി കാണിച്ച വ്യക്തിക്ക് നിങ്ങൾ ജീവിതത്തിൽ അത്രയും വിജയിച്ചവരായി മാറുക. അവർ ചെയ്തതിനെക്കുറിച്ച് ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ചാണക്യനീതിയിൽ നിന്നുള്ള ഇത്തരം ജീവിതം മാറ്റിമറിക്കുന്ന പാഠങ്ങളും പ്രചോദനാത്മക വീഡിയോകളും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.